ജിന്ന് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിയുടെ ഒരു പൊസഷനായിരുന്നു ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ആ ജിന്ന് ബാധിച്ച പെൺകുട്ടിയായിരുന്നു. അതെ. ചില വിശുദ്ധ വസ്തുക്കളോട് ഇത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കുരിശ് കാണിച്ചു കഴിഞ്ഞാൽ ആ എൻറ്റിറ്റി അപ്പം തന്നെ വയലുണ്ടാവില്ലേ? വയലുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 തുള്ളി ഹോളി വാട്ടർ ഈ പെൺകുട്ടി കാണാതെ ഇട്ടുകൊടുക്കും. ഇതിങ്ങനെ ചൂണ്ടൽ വെച്ചിട്ട് ഒരൊറ്റ തുപ്പാണ്. തുപ്പിയിട്ട് ഈ കുട്ടി പറയുന്നത് ആരാണ് ഇതിൽ ഹോളി വാട്ടർ കലർത്തിയത്? ഡെവിൾ വർഷിപ്പേഴ്സ്, സൈറ്റാനിക് ഗ്രൂപ്പുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ സജീവം. അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ ഈ പള്ളിയിൽ വന്നു. പള്ളിയിലേക്ക് കയറാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അവരിത് കഴുത്തേലിട്ടിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചേക്കും. കഴുത്ത് തൊടിക്കണില്ല. പറയുന്നത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് വെച്ചേക്കുന്നതാണ്. മനുഷ്യൻ പിശാചായിട്ട് മാറും. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് പിശാചിന് വിട്ടുകൊടുക്കുമ്പോൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പുതിയൊരു അതിഥിയാണ്. മഞ്ഞുമ്മൽ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും പാരാസൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ മഞ്ഞുമ്മൽ ധ്യാന കേന്ദ്രത്തിൻ്റെ സേവനം അനുഷ്ഠിക്കുന്ന ഫാദർ ബോബി സീരിയസ്. നമസ്കാരം ഫാദർ. ഫാദർ, ഈ പാരാസൈക്കോളജിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ത്രസിപ്പിക്കുന്നൊരു വാക്കാണ്. അതായത് പ്രേതങ്ങളെ പിടിക്കാൻ പോകുന്നൊരു വേട്ടക്കാരൻ അല്ലെങ്കിൽ പ്രേതങ്ങളെ പിന്തുടരുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതങ്ങളെ പിടിക്കുന്ന ഒരു വേട്ടക്കാരനാണ്. പ്രേതങ്ങളെ പിടിക്കുന്ന വേട്ടക്കാരനല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാഖ പോലും ഈ അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രമാണ്. ഇതിൽ പ്രേതങ്ങൾ പിടിക്കുക എന്നവരല്ല പാരാസൈക്കോളജി, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. കാരണം നമുക്ക് ചില ഫിനോമിനകൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പഠിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന വ്യക്തികളാണ് കൂടുതലായിട്ട് പാരാസൈക്കോളജിസ്റ്റ്. അവരെ നമുക്ക് ഒരിക്കലും പ്രേതങ്ങളെ പിടിക്കുന്നവരെന്ന് പറയാൻ പറ്റില്ല. അതിന് നമുക്കിപ്പോൾ എവിടെയെങ്കിലും എക്സോർസിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ പേരൊക്കെ ഉണ്ട്. അല്ലാതെ പ്രേതങ്ങളെ പിടിക്കുക എന്നുള്ളത് ആ വാക്കിനോട് യോജിച്ചു പോവില്ല. അപ്പോൾ അതിൽ അതേപോലെ തന്നെ ആത്മാക്കൾ, ഇപ്പോൾ പ്രേതങ്ങൾ എന്ന് പറയുന്ന ആത്മാക്കളെയാണല്ലോ നമ്മൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഫാദറിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള കേസുകളാണ്. ഡെലിവറൻസ് എന്ന് പറയുന്നത്. ഡെലിവറൻസ് ഇങ്ങനെ അനുഭവങ്ങൾ, അതായത് ഇവർക്കൊക്കെ ചില പൈശാചിക ഉപദ്രവങ്ങൾ, അസുഖങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള അങ്ങനെയുള്ള വ്യക്തികളാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ തകർച്ച, സാമ്പത്തിക തകർച്ച, പെട്ടെന്നൊരു തറവാട് ഇങ്ങനെ ക്ഷയിച്ചു പോവുക, ഇതൊക്കെ അതിന് പിന്നിലൊക്കെ കുറേ ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളിവിടെ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ കൂടുതലും എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ ഒരു തോന്നലായിരിക്കുമ്പോൾ വരുന്നത്. ആരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും കൂടി മിക്കവരും ഇവിടെ വരുന്നത് പല അസുഖങ്ങളായിട്ടാണ്. ഇപ്പോൾ ഇവൻ മാനസിക രോഗങ്ങൾ പോലും എത്ര ട്രീറ്റ് ചെയ്തിട്ടും ഒരു വ്യത്യാസമില്ലാതെ നിൽക്കുക. അങ്ങനെ ഇവിടെ വരുന്ന കേസുകളൊക്കെ സൈക്യാട്രി ഫീൽഡിൽ പോയിട്ട് വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു ചേഞ്ചും ഇല്ലാതെ വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് ഡെലിവറൻസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കും. അത് കഴിയുമ്പോൾ അതിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് കുറേ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾ ഏതാണ്ട് 3-4 വർഷത്തോളം തുടർച്ചയായിട്ട് സൈക്കാട്രി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവൾക്ക് മാനിക് ഡിപ്രഷൻ എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളുടെ ഡെലിവറൻസ് ശുശ്രൂഷയിൽ പങ്കുചേർന്നപ്പോൾ അവൾ വ്യത്യാസം വരാൻ തുടങ്ങി. ഇനി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇവിടെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു മേഖലയുണ്ടല്ലോ. അതെ, ഇവിടെ ഞാനും ഒരു സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. എനിക്കും ആദ്യം ഇതിലൊന്നും വിശ്വാസമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ കേസിൽ എത്രത്തോളം മറ്റുള്ളവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ജിന്ന് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു എൻറ്റിറ്റിയുണ്ട്. ആ എൻറ്റിറ്റിയുടെ
ഒരു പൊസഷനായിരുന്നു ആ പെൺകുട്ടിക്കുണ്ടായിരുന്നത്. ആ ജിന്ന് ബാധിച്ച പെൺകുട്ടിയായിരുന്നു അത്. അതെ, അതും ജിന്ന് ബാധിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പൈശാചിക രൂപമായിട്ടിരിക്കുന്നതല്ല. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ചില മേഖലകളെ അത് ബാധിക്കും. ഇപ്പം ശരീരത്തെ ആ പെൺകുട്ടിയുടെ ഷെയ്പ്പ് തന്നെ മാറിയിരിക്കുകയായിരുന്നു ശരിക്കും. രൂപം മൊത്തത്തിൽ മാറി. രൂപം മൊത്തത്തിൽ മാറുക എന്ന് പറഞ്ഞാൽ വീണ്ടും വിചാരിക്കേണ്ട ഒരു പിശാചിൻ്റെ രൂപമെന്നല്ല, ക്ഷീണിച്ച് കണ്ണൊക്കെ തള്ളി ഒരു ഭീകരമായ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇത് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇത് മാനിക് ഡിപ്രഷൻ്റെ. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ട് ഞാനിത് ഒരു ഇങ്ങനെയുള്ളൊരു വൈശാചികമായിട്ടുള്ള രോഗമാണ് എന്ന് പറയാനുള്ളൊരു കാരണം, ചില വിശുദ്ധ വസ്തുക്കളോട് ഇത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സെയിൻറ്റ് ബെനഡിക്ട് ക്ലോസ് ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന കുരിശാണ്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സോർസിസം. അപ്പോൾ ആ കുരിശ് അതിനൊരു പ്രത്യേക ബ്ലെസ്സിങ് ഒക്കെ ഉണ്ട്. ആ ബ്ലെസ്സിങ് ഒക്കെ കൊടുത്തിട്ട് ആ കുരിശ് ഉപയോഗിച്ച് നമുക്ക് കുരിശ് കാണിക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. കുരിശ് കാണിച്ചു കഴിഞ്ഞാൽ ആ എൻറ്റിറ്റി അപ്പം തന്നെ വയലൻ്റ് ആവും അല്ലേ? വയലൻ്റ് ആവും. കാരണം എൻ്റെ അനുഭവം സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കാണിക്കുമ്പോഴത്തേക്കും പേടിക്കുന്ന പ്രേതങ്ങളെ പറ്റിയൊക്കെ. അതെ, പക്ഷേ ഞാനും സിനിമയിലേക്കാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. എനിക്കും അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇത് ഞാൻ അത്ര ഇതായിട്ട് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ കുരിശ് കാണിച്ചപ്പോൾ കാണിക്കുന്ന ആ എന്താ പറയുക, ആ വെപ്രാളം, അത് ഭയങ്കരമാണത് ആ സമയത്ത് കാണുന്നത്. പിന്നെ അതിനേക്കാളും കൂടുതൽ എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഒരു നെഗറ്റീവ് എൻറ്റിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്ന് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയത്, ഞങ്ങൾ ഹോളി വാട്ടർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. സംസം വാട്ടർ, ഗംഗാജലം, അങ്ങനെ ഹോളി വാട്ടർ. അപ്പോൾ ഈ ഹോളി വാട്ടർ ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 തുള്ളി ഹോളി വാട്ടർ ഈ പെൺകുട്ടി കാണാതെ ഇട്ട് കൊടുത്തു. ഈ ഹോളി വാട്ടറും സാധാരണ വാട്ടറും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാരണം പലത്തിനും 1 or 2 തുള്ളിയാണ് ഇടുന്നത്. ആ ഉപ്പ് രസം പോലും ഇതിൽ കിട്ടില്ല. ഇത് ഈ കുട്ടിക്ക് കൊടുത്തിട്ട് ഇതിങ്ങനെ ചൂണ്ടൽ വെച്ചിട്ട് ഒരൊറ്റ തുപ്പാണ്. തുപ്പിയിട്ട് ഈ കുട്ടി പറയുന്നത്, ആരാണ് ഇതിൽ ഹോളി വാട്ടർ കലർത്തിയത്? അതിനെനിക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ല ശരിക്കും. ആ കുട്ടി ഞാൻ കാണിച്ചിട്ടുമില്ല. ഞങ്ങൾ വേറെ മുറിയിൽ വെച്ചാണ് ഞാനിത് ചെയ്തത്. ഞാനാണിത് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും. വേറെ മുറിയിൽ വെച്ചാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് കൊണ്ടുപോയി കുട്ടീനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിച്ചത്. അത് കാണിക്കുന്നത് ദർ സംതിങ് വിച്ച് ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ. അതാണ് ശരിക്കും എനിക്കൊരു കൺവിക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവന്നത്. ബാക്കി എല്ലാത്തിനും നമുക്കൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പോൾ കുരിശ് കാണിക്കുന്നതിലും വേണമെങ്കിൽ നമുക്ക് സൈക്കോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ഇത് വി ഹാവ് നോ എക്സ്പ്ലനേഷൻ. ചില അതീന്ദ്രിയ ശക്തികൾക്ക് വന്നു ചേരുമെന്ന് പറയുന്നത് സത്യം തന്നെയാണോ? അതീന്ദ്രിയ ശക്തികൾ വന്നു ചേരുമെന്ന് പറയുന്നത് അതൊരു സത്യം തന്നെയാണ്. ഇത് ചില ആളുകൾക്ക് ഇപ്പോൾ അതോ ജിന്ന് വന്നൊരു പെൺകുട്ടി മാറ്റിയെടുത്താം. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കൂടെ എന്തോ ഒരു ആത്മാവുണ്ട്, ഇത് ഹാലൂസിനേഷൻ ആണോ അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഏത് സമയത്താണ്? അതായത് ഇപ്പോൾ ഹലൂസിനേഷൻ ആകാനുള്ളൊരു സാധ്യത, ഇപ്പോൾ സപ്പോസ് ഒരാൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മരിച്ചെന്ന് കരുതുക. എനിക്ക് അയാളോട് അത്രയധികം ഒരു ബന്ധം ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ അയാളായിട്ട് നല്ല ഒരു ബന്ധത്തിലിരിക്കുന്നതുകൊണ്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത തന്നെയുണ്ട്. ഈ വ്യക്തിയുടെ ഇമേജ് എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ വ്യക്തിനെ എനിക്ക് അവിടെ കാണാം, ഇവിടെ കാണാം. ദാറ്റ് ഈസ് പ്യുവർ ഹലൂസിനേഷൻ. ആ ഹാലൂസിനേഷൻ അപ്പുറത്തേക്ക് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്നൊരു പോയിന്റ് ചിലർക്കുണ്ടാവില്ലേ? ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ചില വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ, ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ നിന്ന് കടം മേടിച്ച ചില വ്യക്തികളെ കൃത്യമായിട്ട് സ്വപ്നത്തിൽ അപ്പച്ചൻ വന്ന് പറഞ്ഞു കൊടുക്കണം. അത് കറക്റ്റ് വരുന്നു. സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കും. അതെ, അത് കറക്റ്റ് വരുന്നു. അപ്പോൾ അതൊക്കെ അതിന് എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയും സംഭവിക്കുന്നു. ശാസ്ത്രം ഇപ്പോഴും എക്സ്പ്ലനേഷൻ നോക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതെ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശാസ്ത്രത്തിന് പരിധികളുണ്ട്.
ശാസ്ത്രം മനുഷ്യനിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരു പരിധിയുണ്ട്. അത് വിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ഇറക്കണ സംഭവം ഇപ്പം കാണാൻ പറ്റില്ല. അതെൻ്റെ പരിധിയാണ്, കാഴ്ചപ്പരിധി. ഇതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കൊരു പരിമിതിയുണ്ട്. ആ ബുദ്ധിയുടെ പരിമിതിയിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിക്ക് ആ പരിമിതിയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എംപീരിക്കൽ എവിഡൻസിന് പോകുന്നത്. എന്നാൽ ഇതിന് പുറത്ത് സംഗതികളുണ്ട്. ഒരു ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സൈക്കിക് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതെല്ലാം കാണാനും അറിയാനുമുള്ള ഒരു എബിലിറ്റി കിട്ടുന്നുണ്ട്. ഈ സൈക്കിക് ആണ്, ഞാനിപ്പോൾ സൈക്കിക് ആണ്, എനിക്കിതിനെല്ലാം കാണാൻ കഴിയുന്നു, എനിക്ക് എങ്ങനെയാണ് തിരിച്ചറിവുണ്ടാകുന്നത്? അല്ലെങ്കിൽ ഒരു സൈക്കിക് ആയിട്ടുള്ള അയാൾ സൈക്കിക് ആണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ എബിലിറ്റി ഉണ്ട്, സൈക്കിക് എബിലിറ്റി. അത് നമ്മുടെ ബോഡിയിൽ നിന്നും ഒക്കെ വരുന്നു. ഇപ്പോൾ ടെലിപ്പതി ഒന്ന് എടുക്കുക. ടെലിപ്പതി ഇപ്പോൾ എനിക്ക് ഞാനുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ അമ്മിച്ച് മരിക്കേണ്ട സമയത്ത് എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തോ സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ള നമ്മുടെ സംഭവിക്കാൻ പോകുന്നു ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ബിക്കോസ് ഓഫ് മൈ ഇമോഷണൽ കണക്ഷൻ. അത് ടെലിപ്പതിക്കാണ്. അത് നമുക്ക് എല്ലാവർക്കും നാച്ചുറലായിട്ടുള്ളതാണ്. അതിലൊരു എന്താണ് പറയുക, സൂപ്പർ നാച്ചുറലിസം ഇല്ല. പക്ഷേ അതൊരു സൈക്കിക് എബിലിറ്റിയാണ്. ഇനി ഈ സൈക്കിക് എബിലിറ്റിക്ക് പുറമേ നിൽക്കുന്നൊരു സംഗതിയുണ്ട്. അതിലാണ് ഇപ്പോൾ ചിലപ്പോൾ സ്പിരിച്വൽ റെലം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ കുറേ ഗോഡ്മെൻ അങ്ങനെയുള്ള ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ വിഷനായിട്ട് ലഭിക്കും, സംഭവിക്കാൻ പോകും. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരു വിഷൻ. അത് ഈ പറയുന്ന നമ്മുടെ സൈക്കിക് എബിലിറ്റി അല്ല, ദിസ് ഈസ് സംതിങ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. അത് ചിലപ്പോൾ സ്പിരിച്വലി നിന്നാകാം, ചിലപ്പോൾ നെഗറ്റീവ് നിന്നാകാം. പുറത്തുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. പുറത്തുനിന്നുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ ഞാനിവിടെ ഇരിക്കുന്നു. ഓക്കെ, ഇപ്പം ഈ ഇരിക്കുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് കാണുകയാണ് അമേരിക്കയിൽ വലിയൊരു അപകടം നടക്കുന്നത്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനിത് കാണുന്നു, ഞാനിത് പറയുന്നു. അത് അങ്ങനെയുള്ളൊരു എബിലിറ്റി വരുന്നത് വേറൊരു എൻറ്റിറ്റിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ജോർജ് മാത്യു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. അദ്ദേഹം പാരാസൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം ആകാശത്ത് വെച്ച് പൊട്ടിത്തകരുമെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. ഏകദേശം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 12ാമത്തെ ദിവസം ആ കാര്യം സംഭവിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തന്നെ ആയിരിക്കാം കണ്ടത് എന്ന്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ചാനലിലെ വീഡിയോയിലൂടെ തന്നെയാണ് പറഞ്ഞത് ഇത് സംഭവിക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹത്തിന് അടുത്തറിയാവുന്നൊരു സൈക്കിക് ഉണ്ട്. ആ സൈക്കിക്കാണ് അദ്ദേഹത്തിനോട് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിക്കിനോട് ചോദിച്ചാണ്. അപ്പോൾ സൈക്കിക്കാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഏകദേശം 10-12 ദിവസമുള്ളത് സംഭവിച്ചു. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലേ? നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറയുന്നില്ലേ, ഇതൊക്കെ ഇതിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ചിലപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം. നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്, അപ്പം ഇങ്ങനെ സംഭവിച്ചു, ഉടനെ അതങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയും ആകാം, അല്ലാതെയും ആകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഈ സ്പിരിച്വൽ ലീഡേഴ്സിന് ഇപ്പം ഇങ്ങനെയുള്ളതൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളെയൊക്കെ കാണാൻ പറ്റും. അഗെയിൻ അതിൻ്റെ ഉള്ളിലുമുണ്ട് ഈ പോസിറ്റീവും നെഗറ്റീവും. അതായത് പോസിറ്റീവ് എൻറ്റിറ്റി ആൻഡ് നെഗറ്റീവ് എൻറ്റിറ്റി. ഐ വിൽ സേ ലൈക്ക് മേ ബി ഫ്രം ദ ഡെവിൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു മരണപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിട്ട് മാറുന്നത്? മനുഷ്യൻ്റെ ആത്മാവ് നെഗറ്റീവ് ഇല്ലെങ്കിൽ പിശാചായിട്ട് മാറുന്നില്ലല്ലോ. പിന്നെ എന്താണ്? അത് എൻറ്റിറ്റി വേറെയാണ്. ജസ്റ്റ് ലൈക്ക് ഗോഡ്, ദർസ് എ someone against God. ഇപ്പം ഞാൻ ആത്മാക്കളല്ല, അത് ആത്മാക്കളല്ല. ഇതെന്ന് പറഞ്ഞാൽ വേറെ വിധത്തിലുള്ള അരൂപികളാണ്. ഇപ്പം ദൈവത്തെ നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലൊരു എൻറ്റിറ്റി ഉണ്ട്.
അപ്പോൾ അത് ഇപ്പോൾ എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് എൻറ്റിറ്റി. പിശാജ്. അതെ, അതിനാണ് ഈ പറയും പിശാച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സാത്ത, അങ്ങനെ കുറേ പേരുകളുണ്ട് ഇതിന്. അത് പല വിധത്തിലാണ്. അത് എല്ലാത്തിനും ഒരേ പിശാചുക്കൾ വിധമൊക്കെയാണ്. ഞങ്ങളുടെ ഇതിൽ 7 കാർഡിനൽ സിൻസിനെയൊക്കെ ഒരേ പിശാചാണ്. അപ്പം അത് ഒരു നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് രൂപങ്ങളാണ്. അതാണ് ഈ കൊമ്പും വാലും ഇതൊക്കെ വെച്ചുള്ള നമ്മുടെ. പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മൾ കൂടുതലും കേട്ടുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നു, ആ മനുഷ്യന്റെ ആത്മാവ് അവിടെ ഒരു നെഗറ്റീവ് എനർജി പ്രേതബാധയായിട്ട് അവിടെ കൂടുന്നു, അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇല്ലില്ല, അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ബേസിക്കലി നമ്മൾ ഹ്യൂമൻ ബീയിങ്, നമ്മുടെ എല്ലാ മതങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ദൈവത്തിൻ്റെ ഒരു അരൂപി ഇല്ലെങ്കിൽ ആത്മാവ് നമ്മളുടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മളെ പിശാചാക്കി മാറ്റില്ല. പക്ഷേ അതിനുള്ള പോസിബിലിറ്റിയുമുണ്ട്. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ദൈവം. അതുകൊണ്ടാണ് നമുക്ക് തെറ്റ് ചെയ്യാനും പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും നന്മ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് തെറ്റും ചെയ്യാം ശരിയും ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മളാണോ നമ്മുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്? നമ്മുടെ ശരിയും തെറ്റ് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തെറ്റും ശരി എന്താണെന്ന് നമുക്കറിയാവോ വഴി. പക്ഷേ എനിക്ക് ആ തെറ്റിനോടാണ് താല്പര്യമെങ്കിൽ അത്, ശരിനോടാണ് താല്പര്യമെങ്കിൽ അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകുക, ഈ ഡെവിൾ വർഷിപ്പേഴ്സ്, സൈറ്റാനിക് ഗ്രൂപ്പുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ സജീവമാണ്. കളമശ്ശേരിയിലുണ്ട്, മിക്ക സ്ഥലങ്ങളും. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു 3 പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എറണാകുളത്തായിരിക്കുമ്പോൾ. അവരിങ്ങനെ ഡെവിൾ വർഷിപ്പിന് പോയി, പിന്നീട് ഇവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ ഈ പള്ളിയിൽ വന്നു. പള്ളിയിലേക്ക് കയറാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കയറാൻ പറ്റണില്ല. കയറി കഴിയുമ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് മുള്ളുമ്മേൽ ചവിട്ടണ മാതിരിയാണ് പലരും ഉള്ളോട്ട് കയറുമ്പോൾ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താണ് റെസിസ്റ്റൻസാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചത്. പിന്നെ ഞങ്ങളുടെ ഇതിൽ ഈ ഉത്തരീയം എന്ന് പറയും. ഉത്തരീയം, അതായത് എന്താ പറയുക, ലൈക്ക് വെന്തീങ്ങ എന്നും മലയാളത്തിൽ പറയാറുണ്ട്. നിനക്കറിയാമോ എനിക്കറിയില്ല. ഒരു മാതാവിൻ്റെ ഒരു ചരടും വേലി മാതാവിൻ്റെ കമ്പിളി കൊണ്ടുള്ള ഒരു 2 പീസാണ്. അതാണ്. അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഞാൻ ഈ പെൺകുട്ടികൾക്ക് 3 പേർക്കും, ഒരു 3 സമയത്താണ് ഒന്ന് നോക്കുക, ഈ 3 പേർക്കും ഈ ഉത്തരീയമാണ് കൊടുത്തത്. എന്നിട്ട് കഴുത്തേലിടാൻ പറഞ്ഞു. അവരിത് കഴുത്തേലിട്ടിട്ട് ഇതേ ഇങ്ങനെ പിടിച്ചേക്കുന്നു. കഴുത്തെ തൊടിക്കണില്ല. പറയുന്നത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് വെച്ചേക്കണമെന്നാണ്. ഇരുമ്പ് കമ്പികൾ പഴുപ്പിച്ച് വെച്ചേക്കണ അനുഭവമാണ് കഴുത്തേലിടുമ്പോൾ. അത് ഒരാളല്ല, ഒരാൾ പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ സംശയിക്കും. 3 പേരും, അത് ഇവർ 3 പേർക്കും തമ്മിലൊരു ബന്ധമില്ല, ഒരേ സംഗതി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് കാണിക്കുന്നത് ഇത് എന്താ പറയുക, ഇതൊരു സംതിങ്. ഞാൻ ഇന്നത് തറപ്പിക്കാൻ പറയില്ല, ഇതൊരു സംതിങ്. ഇനി ഇവിടെ ഞാൻ പറയുന്നതല്ലേ, ഇങ്ങനെ മനുഷ്യൻ പിശാചായിട്ട് മാറും. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് പിശാചിന് വിട്ടുകൊടുക്കുമ്പോൾ. ഇപ്പം ഞങ്ങളുടെ ബാപ്റ്റിസത്തിൽ ദൈവത്തിൻ്റെ മക്കളാകണമെന്ന് പ്രോസസ്സാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇനീഷ്യൽ സെറമണി ഇങ്ങനെയുള്ള സെക്റ്റുകൾക്ക് ഉണ്ട്. അവർ അമ്മനെ തള്ളിപ്പറയാൻ പറയും. നമ്മുടെ മതഗ്രന്ഥങ്ങൾ അതിനെ ചവിട്ടി വേണം ഇതിന് ഈ സെറമണിയിലേക്ക് പ്രവേശിക്കാൻ പോലും. ഞങ്ങളുടെ കയ്യിൽ കുരിശ് വെക്കും, ഇല്ലെങ്കിൽ ബൈബിൾ വെക്കും, മറ്റുള്ളവരുടെ ചിലപ്പോൾ ഭഗവത്ഗീത, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ അവഹേളിച്ചിട്ട് വേണം അവർക്ക് സൈറ്റാനിക് ഇതിലേക്ക് മാറാൻ. അങ്ങനെ മാറുന്ന വ്യക്തികളുണ്ട്.